بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الإخوان وأخوات أوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിന് ഇഷ്ടമുള്ള ജീവിതം നയിക്കണമേ എന്ന് എന്നോടും ആദ്യമേ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള ഈ എളിയ ശ്രമം അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ 69-ാമത്തെ അധ്യായം സൂറത്തുൽ ഹാഖയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ 20 വരെയുള്ള ആയത്താണ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ എടുത്തത്. ഇൻഷാ അല്ലാഹ് ഞാൻ 19 മുതലുള്ള ആയത്ത് ഒന്നുകൂടി ഓതി തുടങ്ങാം. നിങ്ങൾ ഖുർആനിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് എല്ലാവരും അതിൽ നോക്കിയിരിക്കണം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابي إني ظننت أني ملاق حسابي فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية. എടുക്കേണ്ടത് നമ്മൾ 21 മുതലാണ്. അവിടെ ഒന്നുകൂടി فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية. ഓതുമ്പോൾ ശ്രദ്ധിക്കണം. ഫഹുവ ഫി ഐഷത്തിർ റാദിയ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, തിറോ ചേർത്തി ഓതേണ്ടതാണ്. അവിടെ ഗുന്നത്തില്ലാതെ ഓതണം. ഐഷത്തിർ റാദിയ എന്നുള്ളത്. ജന്നത്തിൻ ആലിയ, ജന്നത്തിൻ എന്നുള്ളത് ഒഴിവാക്കി ഓതണം. ഖുതൂഫുഹാ ദാനിയ എല്ലാം ഹ് ശബ്ദത്തിലാണ് നിർത്തേണ്ട, വഖഫ് ചെയ്യേണ്ടത്. നമ്മൾ ശരിക്കും ഒഴിവാക്കി പറയേണ്ട. ആലിയ, ദാനിയ, അങ്ങനെ. കുലു വഷ്റബു ഹനീ എന്നുള്ളത് ലോങ് മദ്ദാണ്. അവിടെ തെൻവീന് ശേഷം ബാ വരുന്നുണ്ട്. ചെറിയൊരു കുഞ്ഞി മീമ് കാണാം നിങ്ങൾക്ക്, ചെറിയൊരു മീമ്. അപ്പോൾ അവിടെ ഹനീ ബിമ, മീമ് നൂനിൻ്റെ സൗണ്ട് മീമിൻ്റെ സൗണ്ടാക്കി മാറ്റിയിട്ട് ആണ് ഓതേണ്ടത്. ഹനീ ബിമ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ഫിൽ അയ്യാമിൽ ഖാലിയ, തൊണ്ടയിൽ തന്നെ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി. അല്ലാഹു സുബ്ഹാനഹു തആല പരലോകത്ത് ആരുടെ വലത് കൈയിലാണോ ഗ്രന്ഥം നൽകുന്നത്, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പറഞ്ഞത്. ഫയഖൂലു ഹാഉം ഖുറഉ കിതാബിയ. ഫയഖൂൽ, അപ്പോൾ അവൻ വിളിച്ചു പറയും, ഹാഉമു, നിങ്ങൾ വരൂ, ഇഖ്റഉ, ഇതാ നിങ്ങൾ വായിച്ചോളൂ, കിതാബി, എൻ്റെ കിതാബ്, എൻ്റെ റെക്കോർഡ്, എൻ്റെ എന്തൊക്കെയാണോ എഴുതി വെച്ചത് ആ കാര്യങ്ങളൊക്കെ ഇതാ നിങ്ങൾക്ക് വായിക്കാം, നിങ്ങളിതാ എടുത്തോളൂ, പിടിച്ചോളൂ, വായിച്ചോളൂ എന്ന് അവർ പറയും. ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. തീർച്ചയായും ഇങ്ങനെയുള്ള ഒരു വിചാരണയെ ഞാൻ അത് അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്, ഞാൻ വിചാരിച്ചിട്ടുണ്ട്. വനന്തു,
അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെ ഉള്ള ആളുകൾക്ക് വലത് കൈയിൽ ഗ്രന്ഥം കിട്ടുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പിന്നെ ഏറ്റവും ശുഭലക്ഷണം. കിട്ടുന്നതോടുകൂടി തന്നെ അതിൻ്റെ ഉള്ളിലത്തത് നോക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ്, നിങ്ങൾ വായിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും. കാരണം വലത് കൈ കിട്ടുമ്പോൾ തന്നെ അവർക്ക് ഇനി വരാൻ പോകുന്നത് എന്താണ്, അത് സ്വർഗത്തിലേക്കുള്ള ഒരു മുന്നറിയിപ്പാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം അത്ര ധൈര്യത്തിൽ ഒരാൾക്ക് നമ്മളൊരു സ്വകാര്യ ബുക്ക് കൊടുക്കണമെങ്കിൽ അല്ലേ, ചിലപ്പോൾ നമ്മളൊരു ഡയറി പോലും നമ്മളൊരാൾക്ക് നമ്മൾ വായിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടില്ല, നമ്മൾ കൊടുക്കൂല അല്ലേ, ഡയറി പോലും. പക്ഷേ ചിലത് നമുക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് അത്രയും അതിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല എന്നുള്ള നമുക്ക് ഉറപ്പുള്ളത് മാത്രമേ നമ്മൾ മറ്റൊരാൾക്ക് വായിക്കാൻ കൊടുക്കും അല്ലേ. ഇത് നമ്മൾ വായിക്കാൻ കൊടുക്കണമെങ്കിൽ നമ്മൾ അത്രയും നമുക്ക് ഉറപ്പുണ്ട്. അപ്പം അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, എന്താണ്, ഇന്നി ലനൻതു അന്നി മുലാഖിൻ ഹിസാബിയ, തീർച്ചയായും അവൻ എന്താക്കിയിട്ടുണ്ട്, ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉള്ള ഒരു ദിവസം ഇങ്ങനെ വരും, റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരും, പുസ്തകം കയ്യിൽ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ കൃത്യമായും ബോധവാനാണ് എന്ന കാരണത്താൽ. അതാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫഹുവ ഫീ ഐഷത്തിർ റാദിയ, ഫഹുവ അപ്പോൾ ഹുവ അവൻ ആരായിരിക്കും, ഫീ ഐഷത്തിൻ അവൻ, ഐഷത്ത് എന്ന് വെച്ചാൽ ജീവിതം, ഫി ഐഷത്തിൻ എന്ന് പറയുമ്പോൾ ജീവിതത്തിലായിരിക്കും. ആഷ യഈഷു, ഐഷ ആഷ വെച്ചാൽ ജീവിച്ചു എന്നാണ് എൻ്റെ വെർബ്, അങ്ങനെയാണ് ആഷ യഈഷു. ആ പദം നമ്മൾ അവസാനത്തെ ജുസയിൽ പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൂറത്തുൽ ഖാരിയയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സമാനമായിട്ടുള്ള പദം അല്ലേ. അപ്പോൾ അതിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്, പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തുലാസിൽ കനം തൂങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്, അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية. ഏതൊരാളുടെ തുലാസ് ഖനം തൂങ്ങിയോ അവൻ്റെ ജീവിതം ഐഷത്ത് റാദിയ ആയിരിക്കും, തൃപ്തികരമായിരിക്കും. അപ്പോൾ തുലാസ് ഖനം തൂങ്ങുക എന്നുള്ളതാണ്, അമലാണ് തൂങ്ങുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, അല്ലാഹു ഫഹുവ അങ്ങനെയുള്ള അവൻ, ഫി ഐഷത്തിൻ അവന് ജീവിതത്തിലായിരിക്കും. എങ്ങനെയുള്ള ജീവിതത്തിലായിരിക്കും, റാദിയ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും. തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും അത്തരം ആളുകൾ, വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ. മാത്രമല്ല ഫി ജന്നത്തിൻ ആലിയ, ഫി ജന്ന അവർ സ്വർഗത്തിലായിരിക്കും, ആലിയ ഉന്നതമായ, അല എന്ന് വെച്ചാൽ മുകളിൽ എന്നുള്ള അർത്ഥമല്ല, ആലിയത്ത് ഏറ്റവും ഉയരത്തിലുള്ള ഉന്നതമായ എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും എല്ലാം അത് ഏറ്റവും ടോപ്പാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് വേറൊന്ന് ചിന്തിക്കാൻ കഴിയില്ല എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ഫി ജന്നത്തിൻ ആലിയ ഉന്നതമായ സ്വർഗത്തിലായിരിക്കും. മാത്രമല്ല ഖുതൂഫുഹ, ഖുതൂഫ ഖതഫ എന്ന് വെച്ചാൽ ശരിക്കും പറിച്ചെടുക്കുന്നതിനെ പറയാം. ഖതഫ പറിച്ചെടുക്കുന്നതിന് പറയും. ഖുതൂഫ് എന്ന് വെച്ചാൽ അതിലെ പറിച്ചെടുക്കുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത് അതിലെ പഴങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, പറിച്ചെടുക്കുന്നവ. ഖതഫ യഖ്തുഫു എന്ന് വെച്ചാൽ പറിച്ചെടുക്കുക എന്നുള്ളതിനർത്ഥം. അപ്പം അതിലെ പറിച്ചെടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അഥവാ അതിലെ പഴങ്ങൾ, പഴക്കുലകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് എന്താണ്, ധാനിയ. ധാനിയ വെച്ചാൽ അടുത്തവയായിരിക്കും, താണ് ഉള്ള രൂപത്തിലായിരിക്കും, നമ്മളെ കയ്യെത്തും ദൂരത്തായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്ന രൂപമായിരിക്കും. അതാണ് തൂഫുഹ ധാനിയ എന്ന് പറയുന്നത്. ധന, അടുത്ത് വരുന്ന ധന എന്ന് പറയാം. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളോട് പറയും, കുലു കുലു നിങ്ങൾ തിന്നുകൊള്ളുക. കുലു എന്നുള്ളത് അക്കല എന്ന് തിന്നു എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് അക്കല, അക്കല യഅ്കുലു. അതിൻ്റെ കൽപ്പനക്രിയയാണ്, ഇസ്മു ഫഈലാണ് എന്ത്, കുൽ എന്നുള്ളത്. അതിൻ്റെ
ജം രൂപമാണ് കുലു. കുൽ എന്ന് വെച്ചാൽ നീ തിന്നുന്നു, കുലു എന്ന് വെച്ചാൽ നിങ്ങൾ തിന്നുവേൻ. കുലു വഷ്റബു. ഷെരിബ യഷ്റബു. ഷെരിബ എന്ന് വെച്ചാൽ കുടിച്ചു, യഷ്റബു കുടിക്കുന്നു. ഇഷ്റബ് എന്ന് വെച്ചാൽ നീ കുടിക്കൂ. അതിൻ്റെ ഫിൽ അമ്രാണ് ഇഷ്റബ്. അതിൻ്റെ ജം രൂപമാണ് ഇഷ്റബു എന്നുള്ളത്. നിങ്ങൾ കുടിക്കൂ, പ്ലൂറലായിട്ടാണ് പറയുന്നത്. അപ്പോൾ കുലൂ വഷ്റബു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യൂ. ഹനീ അൻ. ഹനീ അൻ യഥേഷ്ടം, ധാരാളമായി, അല്ലെങ്കിൽ ആനന്ദകരമായി, ധാരാളമായിട്ട് എന്ത് ചെയ്യോ, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ. ബിമാ അസ്ലഫ്തും. എങ്ങനെയാണ്, എന്ത് കാരണത്താലാണ്? ബിമാ അസ്ലഫ്, നിങ്ങൾ മുൻ ചെയ്ത കാരണത്താൽ. അസ്ലഫ എന്നുള്ളതാണ് കലയെ കൂട്ടി ചെയ്ത് വെക്കുന്നതിനാണ് അസ്ലഫ യുസ്ലിഫു എന്ന് പറയുന്നത്. നേരത്തെ ചെയ്യുക, അസ്ലഫ യുസ്ലിഫു. നമ്മൾ മുൻഗാമികളായ ആളുകളെ നമ്മൾ സലഫികൾ എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ അസ്ലഫ യുസ്ലിഫു. അപ്പൊ ബിമാ അസ്ലഫ്തും എന്ന് പറയുമ്പോൾ നിങ്ങൾ മുൻ ചെയ്ത ഇത് നിമിത്തം, നിങ്ങൾ മുൻ ചെയ്ത കാരണത്താൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ധാരാളമായി, യഥേഷ്ടമായി, ആനന്ദകരമായി, സന്തോഷകരമായി നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ. ഫിൽ അയ്യാം. ഫിൽ അയ്യാം വെച്ചാൽ ദിവസങ്ങളിൽ, കാലങ്ങളിൽ, മുമ്പത്തെ കാലങ്ങളിൽ. അൽ ഖാലിയ. അൽ ഖാലിയ എന്ന് വെച്ചാൽ അൽ മാദിയ എന്നാണ് അർത്ഥം, കഴിഞ്ഞ കാലങ്ങളിൽ. അപ്പോൾ മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ കാരണത്താൽ നിങ്ങൾ യഥേഷ്ടമായി, നിങ്ങൾ ആനന്ദകരമായി, മംഗളകരമായി, സന്തോഷകരമായി നിങ്ങൾ എന്ത് തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക എന്നുള്ളതാണ്. കുലു വഷ്റബു ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ഖാലിയ മാദിയ എന്നുള്ള അർത്ഥം. ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കി, അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യർക്ക്, റബ്ബ് സുബ്ഹാനഹു തആല വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പരലോകത്ത് നൽകുന്ന ആനന്ദകരമായ, ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളാണ് സ്വർഗം. സ്വർഗം എന്ന് പറയുന്നത് സത്യത്തിൽ പിന്നെ ഒരു ഒരു കാര്യങ്ങൾ കൊണ്ടല്ല, ഒരുപാട് അനുഗ്രഹങ്ങളുടെ കൂട്ടമാണ് ശരിക്കും സ്വർഗം എന്ന് പറയുന്നത്. ഒന്നോ രണ്ടോ അനുഗ്രഹങ്ങളാണ് സ്വർഗം. സ്വർഗം എന്ന് വെച്ചത് എല്ലാറ്റിൻ്റെയും ഏറ്റവും ടോപ്പാണത്. അതാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സിനും വിഭാവനം ചെയ്യാൻ സാധിക്കാത്തതാണ് സ്വർഗം എന്ന് പറയുന്നത്. ആ സ്വർഗത്തിൽ ഒട്ടനേകം അനുഗ്രഹങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു അനുഗ്രഹത്തെക്കുറിച്ച് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ സൂചിപ്പിച്ചത്. ഉന്നതമായ സ്വർഗത്തിലുള്ള പിന്നെ നമ്മുടെ കയ്യെത്തും ദൂരത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്, അത് ഓരോന്നും നമ്മുടെ കൈകളുടെ അടുക്കലേക്ക് എത്തുക എന്നുള്ളത് അതിലൊരു അനുഗ്രഹമാണത്. മനസ്സിലല്ലേ? അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഗാശിയയിൽ പറയുന്നുണ്ടല്ലോ, പിന്നെ ചില മുഖങ്ങൾ, രണ്ട് തരത്തിലുള്ള മുഖങ്ങളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ക്ഷീണിച്ച് പ്രയാസപ്പെട്ട്, പണിയെടുത്ത് ക്ഷീണിച്ച് പ്രയാസപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതേപോലെ തന്നെ ചില മുഖങ്ങളുണ്ട്, വളരെ സന്തോഷകരമായ, തുടുത്ത, മിനുത്ത മുഖങ്ങളുണ്ട്. വുജൂഹു യൗമ ഇദിൻ നാഇമ ലിസഈഹാ റാദിയ ഫി ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫിഹാ ലാഗിയ. അത് സ്വർഗത്തിന്റെ വേറൊരു അവസ്ഥകളാണ് ആ സൂറത്തുൽ ഗാശിയയിൽ പറയുന്നത്. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ സമയത്ത് ഓതാറുണ്ടായിരുന്ന രണ്ട് സൂറയാണ് സൂറത്തുൽ അഅലയും സൂറത്തുൽ ഗാശിയയും. അതേപോലെ തന്നെ പെരുന്നാൾ നമസ്കാരങ്ങളിൽ. അപ്പൊ അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ചില മുഖങ്ങൾ തുടുത്ത് മിനുത്തതായിട്ടുള്ള ചില മുഖങ്ങളുണ്ട്. ലിസഈഹ റാദിയ, അവരുടെ പരിശ്രമം, അവരുടെ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അതിൽ എന്താണ്, അവർ തൃപ്തി അടയുന്നവരായിരിക്കും, റാദിയായിരിക്കും. അവർക്ക് എന്താണ്, ഫി ജന്നത്തിൻ ആലിയ, അവർ ഉന്നതമായ സ്വർഗമുണ്ട്. ലാ തസ്മഉ ഫിഹാ ലാ, വ്യർത്ഥമായ അനാവശ്യമായ കാര്യങ്ങളൊന്നും സ്വർഗത്തിൽ കേൾക്കേണ്ടി വരില്ല. അതാണ് അവിടെ ഏറ്റവും വലിയ പ്രത്യേകത. അപശബ്ദങ്ങളൊന്നുമില്ല, ഒരടങ്ങാറാക്കലുമില്ല. നമ്മൾ എത്ര കേൾക്കണ്ട വിചാരിച്ചാൽ എന്തെല്ലാം കേൾക്കണം. സൂറത്തുൽ നബഇന്റെ അവസാനത്തിൽ ഭാഗം അല്ലാഹു അതേ രൂപത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അത് സ്വർഗത്തിലെ വേറെ കുറെ സുഖങ്ങളെ കുറിച്ച്, അനുഭൂതികളെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. സൂറത്തു റഹ്മാൻ എന്ന് നിങ്ങൾ ഓതി നോക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ കാര്യങ്ങൾ, ഓരോ പരലോകത്ത്, സ്വർഗലോകത്ത് ലഭിക്കുന്ന ഓരോ നിഅമത്തുകളെ കുറിച്ച് റഹ്മാനായ നാഥൻ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് ഏത് റബ്ബിനെയാണ് നിങ്ങൾ നിശ്ചിതിലെ, എന്ത് മനോഹരമാണ് ആ സൂറത്ത് റഹ്മാൻ.
അതിന് അള്ളാഹു ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹു ഓരോ കാര്യങ്ങൾ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതൻ, റബ്ബിന്റെ രക്ഷിതാവിന്റെ സന്നിധിയെ ഭയപ്പെട്ടവൻ ആരാണോ, വലിമൻ ഖാഫ മഖാം, റബ്ബിന്റെ മുമ്പിൽ നിൽക്കണം എന്നുള്ളത് പേടിച്ചവൻ ആരാണോ അവനാണ് ജന്നത്താൻ, രണ്ട് സ്വർഗമുള്ളത്. അങ്ങനെ ഓരോന്നും അല്ലെ. പലതരം സുഖ ഐശ്വര്യമുള്ള സ്വർഗത്തെ കുറിച്ച് അള്ളാഹ് പറയുന്നുണ്ട്. അവിടെ സോഫകളിൽ ചാരിയിരിക്കുന്നത്, കുട്ടികൾ അവർ ചുറ്റും ഓടിക്കളിക്കുന്നത്, അതേപോലെ തന്നെ അവർക്ക് യഥേഷ്ടമായി തിന്നാനും കുടിക്കാനുള്ള മനസ്സിൽ കരുതുന്ന കാര്യങ്ങളൊക്കെ അവിടെ മുമ്പിൽ വരുന്നത്. അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഫീഹിമ ഐനാനി തജ്രിയാൻ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികൾ. സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അരുവികൾ പല രൂപത്തിലുള്ള അരുവികൾ. വെള്ളം അല്ല, അവിടെ പാലുണ്ട്, തേനുണ്ട്, പലതുമുണ്ട്. ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കൊതിപ്പിക്കുന്ന കാര്യങ്ങളല്ല, യാഥാർത്ഥ്യങ്ങൾ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് യാഥാർത്ഥ്യങ്ങൾ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ അള്ളാഹു കായികനികൾ താഴ്ന്നു വരുന്ന അവസ്ഥ, മുത്തഖീന ഫീഹ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും കാണാൻ ജനൽ ജന്നത്തൈനിദാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്താണ് ഈ കായികനികൾ ഇങ്ങനെ താഴ്ന്നു കൊണ്ടിരിക്കും. നമ്മളിപ്പോ ഈ നമ്മള് സുഹൃത്തു പിന്നെ ഹാഫയിൽ പഠിച്ചതുപോലെ അങ്ങനെയുള്ള രൂപത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലുള്ള നിഅമത്തുകളെ വ്യത്യസ്തമായ ഓരോ സൂറകളിലും വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. അല്ലെ, ചെറിയൊരു വിശദീകരണം മാത്രമാണ് പറഞ്ഞത്. സൂറത്തുൽ ഇൻസാനിലും കാണാൻ സാധിക്കും, മുത്തഖീന ഫീഹാ അലൽ അറാഇകി ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറ വദാനിയതൻ അലൈഹിം ളിലാലുഹാ വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീല. അല്ലെ, ചാരി സോഫകളിൽ ഇരിക്കുന്ന ആളുകൾ, അവർക്ക് പിന്നെ വെയിലോ തണുപ്പോ കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും അവർക്ക് അനുഭവിക്കേണ്ടി വരികയില്ല. അതേപോലെ തന്നെ അവർക്ക് വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പിന്നെ പഴവർഗ്ഗങ്ങൾ പറിച്ചെടുക്കാനുള്ള ആ സൗകര്യങ്ങൾ, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നൽകുന്നതിനെ കുറിച്ചൊക്കെ സൂറത്തുൽ ഇൻസാനിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള ജീവിതം നയിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, അഥവാ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടും എന്ന് ഭയന്നുകൊണ്ട് ദുനിയാവിലെ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അള്ളാഹു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അത് ശരിക്കും അതിൽ തന്നെ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ്? ഇന്നി വനംതു അന്നി മുലാഖിൻ ഹിസാബിയ. അള്ളാഹുവിന്റെ ഈ ഹിസാബ് വരും എന്നുള്ളതിനെ അഭിമുഖീകരിക്കണം എന്ന് കരുതിയ ആളുകളാണ്, അത് ഉറപ്പിച്ച ആളുകളാണ്. അത്തരം ആളുകൾ അല്ലാഹു പറയുന്ന കുലു വഷ്റബു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു. ദുനിയാവിലെ തിന്നുകയും കുടിക്കുന്ന പറയുന്ന തരത്തിൽ അല്ലാഹു പറയുന്ന കുലു വഷ്റബു ലാ തുസ്രിഫു എന്ന്. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു, പക്ഷെ നിങ്ങൾ ഓവറാക്കരുത്, നിങ്ങൾ അമിതമാക്കരുത്. അമിതമാക്കുന്ന ആളുകൾ അള്ളാഹുവിന് ഇഷ്ടമല്ല കേട്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ തിന്ന് യഥേഷ്ടമാണ്, അവിടെ തീർന്നു പോകുന്നുള്ള പേടി വേണ്ട, കുറഞ്ഞു പോകുന്നുള്ള പേടി വേണ്ട, യാതൊരു ടെൻഷനും നമുക്ക് ഉണ്ടാവേണ്ടതില്ല. കുലു വഷ്റബു, മനസ്സിലായില്ലേ? ഹനീഅൻ എന്നാണ് പറഞ്ഞത്. ബിമാ അസ്ലഫ്തും, നിങ്ങൾ മുൻ ചെയ്ത കാരണത്താലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള അനുഭൂതികൾ, സുഖങ്ങൾ, അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്നത്. അപ്പൊ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ എന്താണ് വരാനിരിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടി പലതും ഒരുങ്ങി നിന്നു, അതിനെ പ്രതീക്ഷിച്ചു നിന്നു, പ്രയാസങ്ങൾ സഹിച്ചു, വിഷമങ്ങൾ സഹിച്ചു. എന്ന് പല തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് ഓരോ മനുഷ്യനും ദുനിയാവിൽ എന്താണ് വിധേയമാവുന്നത്. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ രൂപത്തിൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഓരോരുത്തരും, ചിലർക്ക് രോഗം ആയിരിക്കാം, ചിലർക്ക് സാമ്പത്തികമായ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ ചില ആൾക്ക് ഭാര്യമാരെ കൊണ്ടായിരിക്കും, ചില ഭർത്താക്കന്മാരെ കൊണ്ട്, ചില മക്കളെ കൊണ്ടായിരിക്കും, ചില മാതാപിതാക്കളെ കൊണ്ടായിരിക്കും, ചില അയൽവാസികളെ കൊണ്ടായിരിക്കും. അങ്ങനെ തുടങ്ങി ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും ഓരോരുത്തർക്കും അള്ളാഹു നിശ്ചയിച്ച പരീക്ഷണം. ആ പരീക്ഷണങ്ങളൊക്കെ ക്ഷമയോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈ നമ്മുടെ ജീവിതത്തെ നമ്മൾ ശരിക്കും ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അത്തരം ആളുകൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് പറയുന്നത്. ധാരാളമായി നമുക്ക് യഥേഷ്ടം തിന്നാനും കുടിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ നൽകുന്നത് റഹ്മാനായ നാഥനെ കൃത്യമായി ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക, പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. സ്വർഗത്തിന് വേണ്ടി സ്വർഗം ചോദിക്കാത്തൊരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകരുത് പ്രിയപ്പെട്ടവർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക
ജന്നത്തുൽ ഫിർദൗസ്. അള്ളാഹുവേ, ജന്നത്തുൽ ഫിർദൗസിന് വേണ്ടി ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഒരു സത്യവിശ്വാസം ആത്മാർത്ഥമായി റബ്ബിനോട് ചോദിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അള്ളാഹു അവൻ തീർച്ചയായും സ്വർഗം നൽകുമെന്ന്. അതേപോലെ നരകമോചനത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ചോദിച്ചു കൊണ്ടേയിരിക്കും. എങ്കിലാണ് ഈ രണ്ട് അവസ്ഥകളും നരകത്തിൽ നമുക്ക് മോചനം ലഭിക്കുക, സ്വർഗപ്രവേശനം ലഭിക്കുക. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം, നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണാനന്തര ജീവിതത്തിൽ സ്വർഗത്തിന്റെ എല്ലാ അനുഭൂതികളും ലഭിക്കുന്ന സത്യവിശ്വാസത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുന്ന കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ ഈ ഖുർആൻ പഠിക്കാനുള്ള എളിയ ശ്രമം അത് കാരണമായി തീരട്ടെ. സുബ്ഹാനകല്ലാഹു ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.